സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറി VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. രജിസ്ട്രാർക്കെതിരെയുള്ള അന്വേഷണത്തിന് സിൻഡിക്കേറ്റ് ഉപസമിതിയെ നിയോഗിച്ചത് ചട്ടവിരുദ്ധമാണ് എന്നാണ് VCയുടെ നിലപാട്. അനിൽകുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് VC. ഹാൻസ് ജോൺ ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, VCയുടെ നീക്കം ഇപ്പോൾ എങ്ങനെയാണ്? സ്വാതി, കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നായിരുന്നു സിൻഡിക്കേറ്റിന്റെ തീരുമാനം. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് ഈ രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ വിഷയം ചാൻസലർക്ക് വിടും എന്നായിരുന്നു VCയുടെ നിലപാട്. സമാനമായിട്ട് രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ രജിസ്ട്രാർക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പടക്കം നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ ഗവർണർക്ക് ഇന്ന് നേരിട്ടെത്തിയാണ് വൈസ് ചാൻസലർ കൈമാറിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായ നടപടിക്രമങ്ങളും നേരിൽ കണ്ട് ഇപ്പോൾ ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. VC പറയുന്നതനുസരിച്ച് ഈ സസ്പെൻഷനിലുണ്ടായ കാലയളവിൽ രജിസ്ട്രാർ KS അനിൽകുമാർ 522 ഫയലുകൾ അനധികൃതമായി ഒപ്പിടുകയും മറ്റ് അനധികൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ്. ഇത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടി ഇപ്പോൾ പിൻവലിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് ഈ രജിസ്ട്രാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. പക്ഷേ ഈ ഉപസമിതി ചട്ടവിരുദ്ധമാണെന്നാണ് വൈസ് ചാൻസലർ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു റിട്ടയർഡ് ജഡ്ജിയെ നിയോഗിച്ചുകൊണ്ട് രജിസ്ട്രാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് കൂടിയാണ് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം പരാമർശിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അനിൽകുമാർ നടത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകാനുമാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ നീക്കം. സ്വാതി. ശരി ഹാൻസ്.